അച്ചേട്ടാ, ഈ കാറ്റ് എന്ന് പറയുമ്പോ സി എന്നുള്ള ആൽഫബറ്റ് ആണോ കെ എന്നുള്ള ആൽഫബറ്റ് ആണോ വരിക? ആൽഫബറ്റ് അല്ല പറോ, സി എന്ന ലെറ്റർ ആണ് വരിക. അച്ചുചേട്ടൻ എന്ത് മണ്ടത്തിൽ പറയണേ? ആൽഫബറ്റാ വരിക. ഞാൻ പറയണ വിശ്വാസമില്ല, അമ്മോട് പോയി ചോദിക്കി. അമ്മേ, അമ്മ, ഈ അച്ചുചേട്ടൻ എന്തൊക്കെയാ മണ്ടത്തരം പറയണ്ടേ? എന്ത് മണ്ടത്തരാവും പറയണേ? അമ്മേ, ഈ അച്ചുചേട്ടൻ പറയാണ് ഈ സിയും കെയും ഒക്കെ ഈ ആൽഫബറ്റ് അല്ല, ഈ ലെറ്റർ ആണ്. ചേട്ടൻ പറഞ്ഞത് ശരിയാണ് കേട്ടോ. നമ്മൾ ഇംഗ്ലീഷിൽ എ ബി എന്നൊക്കെ പറയാറില്ലേ, അത് ലെറ്റേഴ്സ് ആണ് കേട്ടോ. ആൽഫബറ്റ് എന്ന് പറഞ്ഞാല് എ മുതൽ സെഡ് വരെ വരുന്നത്, അതാണ് ആൽഫബറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇംഗ്ലീഷ് ഭാഷയിൽ ആകെ കൂടി ഒരു ആൽഫബറ്റേ ഉള്ളൂ. ആൽഫബറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അക്ഷരമാല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കൊച്ചുമക്കളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ എ എന്നുള്ള ആൽഫബറ്റ് എഴുതൂ, ബി എന്നുള്ള ആൽഫബറ്റ് എഴുതൂ എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. എ എന്നുള്ള ലെറ്റർ, ബി എന്നുള്ള ലെറ്റർ എന്നൊക്കെയാണ് പറയേണ്ടത്. അപ്പൊ ആൽഫബറ്റ് എന്ന് വെച്ചാൽ അക്ഷരമാലയാണ്. അതുകൊണ്ട് എ മുതൽ സെഡ് വരെ വരുന്നതിനെയാണ് നമ്മൾ ആൽഫബറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, ആൽഫബറ്റ് ഒന്നേ ഉള്ളൂ. ഇംഗ്ലീഷിൽ ലെറ്റേഴ്സ് ആണ് 26 ഉള്ളത്. ഓക്കെ, താങ്ക് യു.